സ്നേഹമുള്ളവരെയും, ഈശോയുടെ പിളർന്ന ഹൃദയത്തിൽ നിന്നും ഒഴുകിയ രക്തവും ജലവുമാണ് സഭയുടെ കൂദാശകളെല്ലാത്തിൻ്റെയും സ്രോതസ്സെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ വലിയ വാരത്തിൽ, ഈ വിശുദ്ധ വാരത്തിൽ നമ്മളെല്ലാം ചെന്നെത്തുന്നത് ഈ സ്രോതസ്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ 7 ദിവസങ്ങളിൽ 7 കൂദാശകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ കൂദാശകൾ. അതിനെ എത്ര പഠിച്ചാലും അതിങ്ങനെ വിടർന്ന് വരുന്ന പോലെയാണ്. അതിനെ നമ്മൾ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ സിറോ മലബാർ കുർബാനയിലെ ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വരുന്നു. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കടാക്ഷിക്കണേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഇതാണ് എല്ലാ കൂദാശകളിലും. സർവജ്ഞനായ ദൈവം, ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വലിയ രഹസ്യമാണ് തൻ്റെ മേൽ എല്ലാ പാപത്തെയും തുറന്നു വിടാൻ അവിടുന്ന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ്റെയും സകല അന്ധകാരത്തെയും എടുത്ത് അതിനെ പ്രകാശമാക്കി മാറ്റി. അതാണ് 2 കൊറിന്ത്യർ 4:6 പറയുന്നത്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാക്കിയ ദൈവം. ഈ കൂദാശകളെല്ലാം നമ്മെ സത്ത രൂപാന്തരപ്പെടുത്തി ഈ മനുഷ്യവംശത്തെ മുഴുവനും പുനർസൃഷ്ടിക്കുന്നതിനാണ്. അതാണ് ഈ രക്ഷാകര രഹസ്യത്തിൻ്റെ മുഴുവൻ അന്തസത്ത. നമ്മളൽപ്പം സഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചൊന്ന് നോക്കുകയാണ്. ആരാധനാക്രമം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവൃത്തിയാണ്. 1077 അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാവും. നമ്മൾ കുർബാന എല്ലാം പഴയ നിയമത്തിലൊന്നും അങ്ങനെ ഇല്ല. പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ടല്ല പഴയ നിയമത്തിൽ ഒരു കാര്യം. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ, ക്രിസ്ത്യാനികളായി നമ്മൾ വരുമ്പോൾ, നമ്മുടെ സകല പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പഴയ നിയമത്തിൽ അവർ പ്രാർത്ഥിച്ചിരുന്നു, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ പറയും, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവേ. അപ്പോൾ ഈ വ്യത്യാസം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കൂദാശകൾ യേശുവിൻ്റെ പെസഹാ രഹസ്യത്തിൻ്റെ യോഗ്യതയിലൂടെയും ഫലമായിട്ടാണ്, യേശുവിൻ്റെ പെസഹാ രഹസ്യത്തിൻ്റെ. തുടർന്ന് ആരാധനയിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി 1084 പറയുകയാണ്. 1084 ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ടും സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞുകൊണ്ടും താൻ സ്ഥാപിച്ച കൂദാശകളിലൂടെ തൻ്റെ കൃപാവരം പകർന്നു കൊടുക്കുവാനായി പ്രവർത്തിക്കുന്നു. ഡിസ്പെൻസേഷൻ. കൂദാശകൾ നമ്മുടെ ഇന്നത്തെ മനുഷ്യവംശത്തിന് അഭികാമ്യങ്ങളായ ദൃശ്യങ്ങളായ അടയാളങ്ങൾ, വാക്കുകൾ, കർമ്മങ്ങളാണ്. അവ സൂചിപ്പിക്കുന്ന കൃപാവരത്തെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വഴി ഫലപ്രദമായി അവ യഥാർത്ഥമാക്കുന്നു. ഇനി 1085 ഞാനിതെല്ലാ ധ്യാനങ്ങളിലും പറയാറുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ സഭാപ്രബോധനങ്ങളിലേക്ക് നീങ്ങുന്നില്ല? ഇതിനെ സംക്ഷിപ്തത്തിൽ പറയുകയാണെങ്കിൽ 1085 സംക്ഷിപ്തത്തിൽ പറയുന്നത് ഇതാണ്. ഇത് വളരെ നീണ്ടൊരു പാരഗ്രാഫാണ്. യേശുവിൻ്റെ ഈ രക്ഷാകര രഹസ്യം ഭൗമിക ജീവിതത്തിൽ തൻ്റെ പെസഹാ രഹസ്യം തൻ്റെ പ്രബോധനം വഴി അറിയിക്കുകയും
അവിടുത്തെ മണിക്കൂർ വന്നപ്പോൾ ഒരിക്കലും കടന്നു പോകാത്ത അനന്യമായ ചരിത്ര സംഭവം. അതായത് ഈ ചരിത്രത്തിൽ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ നടന്നതെല്ലാം കടന്നുപോയി. എന്തോ ഒരു വലിയ ചക്രവർത്തിമാരും വലിയ പ്രഗത്ഭരായ ആളുകളെല്ലാം വന്നു, രാജാക്കന്മാർ, അവരെല്ലാം കടന്നുപോയി. എന്നാൽ ഈ ചക്രവർത്തി, ഈ രാജാവിൻ്റെ ജീവൻ കടന്നു പോകാത്ത ഒരു ചരിത്ര സംഭവമാണ്. പക്ഷേ ഇറ്റ് നെവർ പാസ് എവേ, ഇൻസ്റ്റഡ് ഇറ്റ് പാസ് ഓവർ. അത് ഇങ്ങനെ മനസ്സിലാക്കണം. ഈ ചരിത്ര സംഭവം ഒരിക്കൽ നടന്നത് ചരിത്രത്തിലേക്കിങ്ങനെ പ്രസരിച്ച അത് അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരിക്കൽ നടന്ന സംഭവം, 2000 വർഷം മുമ്പ് നടന്ന സംഭവം, അത് നടന്നത് തന്നെ നിത്യതയിലേക്ക് വേണ്ടി ആയതുകൊണ്ട് അത് നടന്നു കഴിഞ്ഞപ്പോൾ അത് നിത്യതയിലേക്ക് പ്രവേശിച്ചിങ്ങനെ പോയി. അങ്ങനെ അത് നിത്യതയിലാണ്. ആ നിത്യതയിലായിരിക്കുന്ന ആ യേശു സംഭവം ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. കാരണം നമുക്ക് കൂടി വേണ്ടിയിട്ടാണ് സംഭവിച്ചത്. ഞാൻ ഒരാൾക്ക് കൂടി വേണ്ടിയിട്ടാണ് യേശു കുരിശിൽ മരിച്ചുയർത്തത്. നീ ഒരാൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ ചരിത്ര സംഭവത്തിൽ അവിടെ നിന്ന് ജീവിക്കുന്നു. ആ ചരിത്ര സംഭവത്തിൽ അവിടെ നിന്ന് ജീവിക്കുന്നു. അത് നിത്യതയിലേക്കാണ്. യേശു മരിക്കുന്നു, അടക്കപ്പെടുന്നു, മൃതരിൽ നിന്ന് ഉയർക്കുന്നു, പിതാവിൻ്റെ വലതുഭാഗത്ത് എന്നേക്കുമായി ഭൂഷ്ഠനായിരിക്കുന്നു. അവിടുത്തെ പെസഹ രഹസ്യം ഇതാ നമ്മുടെ ചരിത്രത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. ഇത് യേശുവിന് മുമ്പ് നടന്നിട്ടില്ല. അതിനെക്കുറിച്ച് സൂചന ഉണ്ടായിരുന്നു. നടക്കും. ഏശയ്യ പറഞ്ഞു നടക്കും, ഏലിയ പറഞ്ഞു നടക്കും, മോശ പറഞ്ഞു എന്നെപ്പോലെ മറ്റൊരു പ്രവാചകൻ വരും. പക്ഷെ അവര് അല്ല ഇതെല്ലാം ചെയ്യുന്നത്, യേശുവാണ്. ആ യേശു വെറും ഒരു വ്യക്തിയല്ല, ദൈവം മനുഷ്യ മാംസം ധരിച്ച് വന്ന വ്യക്തിയാണ്. ദൈവം തന്നെ മനുഷ്യനായി വന്ന വ്യക്തിയാണ്. നമ്മുടെ ചരിത്രത്തിൽ നടന്നൊരു യഥാർത്ഥ സംഭവമാണ്. എന്നാൽ അത് അനന്യമാണ്. ഇറ്റ് ഈസ് യുണീക്ക്, അനന്യമാണ്. ഒന്നിനും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കമ്പാരിറ്റീവ് റിലീജിയൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അബദ്ധമാണ്. ഇതൊരു റിലീജിയൻ ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. യേശുവിനെ ഒരു പ്രവാചകനോടോ ഒരു ചരിത്രത്തിലെ മറ്റൊരു വ്യക്തിയോടോ തുലനം ചെയ്യാൻ പറ്റില്ല. അനന്യനാണ്. മറ്റെല്ലാ ചരിത്ര സംഭവങ്ങളും ഒരിക്കൽ നടക്കുന്നു, എന്നിട്ടത് ഭൂതകാലത്തിലേക്ക് അലിഞ്ഞു കടന്നു പോകുന്നു. നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം ഭൂതകാലത്തിൽ മാത്രം നിലനിൽക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ തൻ്റെ മരണം വഴി അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. നമ്മളിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു രഹസ്യമാണ്. തൻ്റെ മരണത്താൽ അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. ഇനി മരണത്തിന് നമ്മുടെ മേലൊരു അധികാരവുമില്ല. നമ്മൾ വാസ്തവത്തിൽ മരിക്കുന്നില്ല. നമ്മുടെ ഇന്നുള്ള മരണം വാസ്തവത്തിൽ യേശുവുമായിട്ടുള്ള നിത്യതയിലേക്കുള്ള ഒന്നാകലാണ്. ഇതൊക്കെ മനസ്സിലാക്കാനാണ് എനിക്ക് മനസ്സിലായത്. വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് മണിക്കൂറുകളോളം ജ്ഞാനം തരണേന്ന് പ്രാർത്ഥിച്ചതാണ്. ഇത് നിങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. തൻ്റെ മരണത്താൽ അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. തൻ്റെ പീഡാനുഭവവും ഉയർപ്പിനാൽ അവർ പിശാചിനെ നശിപ്പിച്ചു. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. മരണം വഴി അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. ക്രിസ്തു ആയിരിക്കുന്നതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉണ്ടോ, എല്ലാ മനുഷ്യർക്കും വേണ്ടി. മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ക്രിസ്തു മരിച്ചപ്പോഴും ക്രിസ്ത്യാനി ഉണ്ടായില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ക്രിസ്തു വന്നതും ജനിച്ചതും മരിച്ചതും? മനുഷ്യവംശത്തിന് വേണ്ടിയാണ്. അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും പന്തക്കോസ്താക്ക് ശേഷം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായവർ, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവർ ക്രിസ്ത്യാനികളായി. ക്രിസ്തുവിൻ്റെ ലക്ഷ്യം ക്രിസ്ത്യാനികൾ ആകുന്ന കുറേ പേർക്ക് വേണ്ടി മാത്രമല്ല. നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയല്ല. സകല എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടെ നിന്ന് ചെയ്തതും
സഹിച്ചതുമായ സകലതും, പേ അറ്റൻഷൻ, ദൈവീക നിത്യതയിൽ പങ്കുചേരുന്നു. ഡിവൈൻ ഇറ്റേണിറ്റി, അത് ദൈവീക നിത്യതയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം യേശു നിത്യനാണ്, യേശുവിൻ്റെ വചനം നിത്യമാണ്, യേശുവിൻ്റെ ആത്മാവ് നിത്യമാണ്, യേശു പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളും നിത്യതയിലേക്ക് കടന്നു പോയിരിക്കുന്നു. തന്മൂലം അവ എല്ലാ കാലങ്ങളിലും അതീതമായി നിലനിൽക്കുന്നു, കാലത്തിന് അതീതമായി നിലനിൽക്കുന്നു. അതേസമയം അവയിലെല്ലാം സന്നിധമാകുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് കൂദാശ അർപ്പിക്കുമ്പോൾ ആ സംഭവങ്ങളെല്ലാം സന്നിഹിതമാക്കപ്പെടുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, കുരിശിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സംഭവം സ്ഥിരമായി നിൽക്കുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു, എന്നാൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന് നമ്മളിൽ നിലനിൽക്കുന്നു, എല്ലാറ്റിനും ജീവനിലേക്ക് വലിച്ചടുപ്പിക്കുകയും ചെയ്യുന്നു. കുരിശിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സംഭവം സ്ഥിരമായി നിൽക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കൂദാശകളിലൂടെ ആ ദൈവിക രഹസ്യങ്ങൾ ഈ വലിയ ആഴ്ചയിലുള്ള എല്ലാ ശുശ്രൂഷകളിലും ഞങ്ങൾ ഓരോരുത്തരിലും ഞങ്ങളുടെ ജീവിതവുമായിട്ട് ഞാൻ ഒരു വ്യക്തിക്ക് കൂടി വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ജനിച്ച് വളർന്ന് പീഡ അനുഭവിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പന്തക്കോസ്ത ആയത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശ് ചുംബിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞത് ഇതാണ്: ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശ് ചുംബിക്കുമ്പോൾ ഈ ബോധ്യത്തോടെ നമുക്ക് ചുംബിക്കാം, ആ പിളർന്ന ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കൃപാവരം മുഴുവനും എനിക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിൽ ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈശോ അത് നമുക്ക് വേണ്ടി ചെയ്യും. അതുപോലെ ഒരു വ്യക്തിപരമായി നമുക്ക് ഈ വലിയ ആഴ്ചകളിൽ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇവിടെയും കൂദാശകളുടെ ആ ഓരോ കൂദാശകളിലേക്കും പ്രവേശിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ജനറലായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ശാലഹലബല പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. ആ ക്രിസ്തു സംഭവം ഒരിക്കൽ സംഭവിച്ചത് അനന്തതയിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്നു. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണേ. ആമേൻ.